ഭഗവാന്റെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് വീണ്ടും ഒരു ഭഗവത്ഗീത പ്രഭാഷണം നടത്താനായിട്ട് എനിക്ക് അവസരം തന്നതിന് ഞാൻ ആദ്യം ഭഗവാനോട് നന്ദി പറയുന്നു. അതുപോലെ എല്ലാ പ്രാവശ്യവും എന്നെ ക്ഷണിക്കുന്ന ക്ഷേത്ര ഉപദേശക സമിതിയിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും, പ്രത്യേകിച്ചും വിനോദ് കുമാർ ചേട്ടൻ, ശ്രീജിത്ത് ചേട്ടൻ, അതുപോലെ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ ഇവിടെ വന്നിട്ടുള്ള പ്രഭാഷണം കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഭക്തരായിട്ടുള്ള നാട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു പ്രഭാഷണം ചെയ്തത് തൃക്കണ്ണമംഗൽ സ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവസാനം ചെയ്തത് ഗുരുവായൂർ അമ്പലത്തിലാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് തടസ്സമൊന്നും ഇല്ലാതെ എപ്പോൾ പ്രഭാഷണത്തിനായാലും വരാൻ സാധിക്കുന്നത് ഞാനത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് വിചാരിക്കുന്നു. ഇന്ന് പ്രഭാഷണത്തിന്റെ ഡേറ്റ് ആദ്യം, അതായത് അത്രയ്ക്ക് സപ്പോർട്ടാണ് ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിയിലെ കമ്മിറ്റി അംഗങ്ങളായാലും ഭക്തരായാലും എനിക്ക് തരുന്നത്. ഒരു നാട്ടിലെ ഒരാൾ എന്ന നിലയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. കാരണം എന്നോട് പറയാതെ തന്നെ നേരത്തെ ഡേറ്റ് ഒക്കെ അവർ എടുത്തിട്ട് ഓൾറെഡി അതായത് അപ്പോൾ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു വരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ എൻ്റെ എല്ലാ പ്രഭാഷണത്തിനും ഉണ്ടാകാറുള്ള ഇവിടെ ഒരു ആന്റി ഉണ്ട്, അതായത് നമ്മുടെ മണിലാൽ സാറിന്റെ അമ്മ. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞിട്ടും അമ്മയുടെ പ്രഭാഷണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം വരാൻ പറ്റുമെന്ന് അറിയത്തില്ല ആന്റി. അപ്പൊ ആന്റി പറഞ്ഞില്ല, അത് ഭഗവാൻ എന്തായാലും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഭഗവാൻ വിചാരിച്ചാലും അറിയത്തില്ല, അത് കുറച്ച് ബിസിയാണ്, പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ ആന്റി പറഞ്ഞില്ല, ഭഗവാൻ എന്തായാലും പ്രഭാഷണത്തിന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എനിക്കും അത്ഭുതമായിരുന്നു. ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് പ്രഭാഷണം പറയുന്നത്, അതായത് ഇപ്പൊ ഈ ഭക്തരുടെ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പൊ പ്രഭാഷണം പറയുന്ന ആൾക്ക് ഭക്തി ഉണ്ട് എന്ന് അല്ല, അതായത് ഈ ഇരിക്കുന്ന ഭക്തരിൽ തന്നെ അതായത് ഭക്തിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവർക്കും പ്രഭാഷണം പറയണം എന്നില്ല. എന്നിരുന്നാലും ഇത് കേൾക്കാൻ ഇരിക്കുന്ന ഭക്തരിൽ തന്നെ ഭഗവാനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എനിക്കൊരു പ്രഭാഷണം ചെയ്യാൻ വീണ്ടും അവസരം തരുന്നതിന് ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു, രാധാറാണിയോട് നന്ദി പറയുന്നു. അത് ഞാൻ എൻ്റെ ഒരു നിയോഗം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം, അതായത് ഇപ്പോൾ ഒരു ഭഗവാനെ പറ്റി പറയാനായിട്ട് സ്റ്റേജ് വേണമെന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 പേര് കൂടിയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ വെറുതെ സംസാരിച്ചാലും കുറച്ചു നേരം കഴിയുമ്പോൾ എന്തെങ്കിലും കൃഷ്ണാനുഭവമോ ഭഗവാന്റെ കാര്യങ്ങൾ എന്തെങ്കിലും എപ്പോഴും പറയും. എപ്പോഴും ഒരു സ്റ്റേജ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരുപാട് പേര് ഇരിക്കുന്ന സമയത്ത് പറയുമ്പോൾ ഭഗവാനെ കുറിച്ച് എപ്പോൾ പറയാൻ അവസരം കിട്ടിക്കഴിഞ്ഞാലും അതിപ്പോൾ ഞാനെന്നല്ല ആർക്കായാലും നമ്മുടെ നാവിൽ ഭഗവാനെ കുറിച്ച് പറയാൻ അവസരം അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു അവസരം കിട്ടുന്നത് നമ്മുടെ പുണ്യമായിട്ട്, നമ്മൾ ഏതോ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ അനുവാദത്തോടു കൂടി ഞാൻ എൻ്റെ പ്രഭാഷണം തുടങ്ങുകയാണ്. അപ്പം എല്ലാവരും, അതായത് ഇന്ന് ഞാൻ ഭഗവത്ഗീതയിലെ പരമപദപ്രാപ്തി എന്നുള്ള ഒരു അധ്യായമാണ് പറയാനായിട്ട് വെച്ചേക്കുന്നത്. ആക്ച്വലി ആ അധ്യായം ഞാൻ ഗുരുവായൂർ പറയാൻ വെച്ചിരുന്നായിരുന്നു. ഭഗവത്ഗീതയിലെ ഓരോ അധ്യായങ്ങളും ഞാൻ വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല അധ്യായം പറയുന്നത്. ഭഗവാൻ തീരുമാനിക്കുന്ന സ്ഥലത്താണ് ആ ഓരോ അധ്യായങ്ങളും പറയാനായിട്ട് അവസരം കിട്ടുന്നത്. ഞാനൊരു അധ്യായം വിചാരിക്കും വേറൊരു ക്ഷേത്രത്തിലായിരിക്കും പറയുന്നത്. ആ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന അധ്യായം പിന്നീട് വേറൊരു ക്ഷേത്രത്തിലായിരിക്കും പറയുന്നത്. അതെനിക്ക് തോന്നുന്നു ആ വന്നിരിക്കുന്ന ഭക്തർ ഏത് അധ്യായം കേൾക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഞാൻ എന്നെ കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുന്ന പോലെ ഞാൻ ഭഗവാന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആയി. കാരണം കലിയുഗത്തില് ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കലിയുഗത്തിലൊരു അതായത് ഒരു പ്രത്യേക സ്റ്റേജ് ഉണ്ട്. അതായത് ഭക്തി കൂടിയിരിക്കുന്ന ഒരു അവസ്ഥ കലിയുഗത്തിൽ വരും. കലിയുഗം ബാക്കിയുള്ള യുഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഭക്തിയിൽ വളരെ പുറകോട്ട് നിൽക്കുന്ന ആളുകളുള്ള യുഗമാണ് കലിയുഗം. പക്ഷേ കലിയുഗത്തിൽ തന്നെ ഭക്തി കൂടിയിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജില് ഭക്തി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ, അതായത് യങ് ആയിട്ടുള്ള, അതായത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പൊ കൂടുതലും ഭക്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം. കുറച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലുണ്ട്. ഈ കലിയുഗത്തിൽ വീണ്ടും ഈ ഭക്തി കൂടി നിൽക്കുന്ന അവസ്ഥ പിന്നെയും പുറകോട്ട് പോകുന്നതാണ് കലിയുഗത്തിന്റെ ഒരു രീതി, അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു കാലയളവിൽ കലിയുഗത്തിൽ ഭക്തി കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അതായത് നമ്മൾ പറയും, അതായത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിലെ സത്യയുഗത്തിൽ ഞാൻ മുമ്പ് പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യയുഗത്തിൽ അതായത് ഭഗവാനെ അല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ പ്രാപ്തി അല്ലെങ്കിൽ പരമപദ പ്രാപ്തി കിട്ടാനായിട്ട് സത്യയുഗത്തില് വലിയ വലിയ തപസ്സുകളാണ് ചെയ്തിരുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും 1000 വർഷം തപസ് ചെയ്തു, 100 വർഷം തപസ് ചെയ്തു. അപ്പൊ അങ്ങനെ ഭഗവാനെ പ്രാപിക്കാൻ അല്ലെങ്കിൽ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ, ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകാനായിട്ട് വളരെ പ്രയാസമായിരുന്നു. അന്ന് അവിടെ വലിയ തപസ് ചെയ്താൽ മാത്രമേ സത്യയുഗത്തില് ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കുമായിരുന്നു. അതേസമയം ത്രേതായുഗം വന്നപ്പോൾ, അതായത് ശ്രീരാമന്റെ ആ ഒരു യുഗം വന്ന സമയത്ത് ആ സമയത്ത് യാഗയജ്ഞം ചെയ്തിട്ടായിരുന്നു ഭക്തിയിൽ പുരോഗമിക്കുന്നത്. അപ്പോൾ വലിയ യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭക്തിയിൽ പുരോഗമിക്കും. അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗം വന്ന സമയത്ത് വേദ
ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയുണ്ട്. ഇപ്പോൾ നമ്മൾ അതായത് പഠിക്കുന്ന സമയത്ത് മാത്സിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്കൊരു ഈസി വേയും കാണും, അല്ലാതെ ഒരു വേറൊരു സെപ്പറേറ്റ് വേയും കാണും അല്ലെ. ചില മാത്സിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ചില ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഒരു ഷോർട്ട് കട്ട് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആ സ്റ്റെപ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചിലത് നമ്മൾ അങ്ങനെ ഷോർട്ട് കട്ട് ഒന്നും യൂസ് ചെയ്തില്ല, ഇക്വേഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും. അതുപോലെ തന്നെയാണ് ഭക്തിക്കും അതിനൊരു സിസ്റ്റമാറ്റിക് ഫോം ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇവിടെ നമ്മുടെ ഇസ്കോണിലെ മണിലാസായിട്ട് ഇരിക്കുന്നുണ്ട്. ഇസ്കോണിൽ ഉള്ളവർക്കും അല്ലാത്തവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ജപമാലയില് ഹരേ കൃഷ്ണ, അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇതേ ഉള്ളൂ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിച്ചത് കൊണ്ടാണ് നമുക്ക് പരമപദപ്രാപ്തി അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് തന്നെ ചെയ്യുന്ന ഭക്തരാണെങ്കിലും, നമ്മൾ ഭക്തിയിൽ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് നമുക്ക് ഭക്തിയിൽ, അതായത് ഭക്തിയിൽ പുരോഗമിച്ചു. അതായത് ഒരു ദിവസം പറയുന്നത് 108 മുത്തുകളുണ്ട് ആ ജപമാലയിൽ. 108 മുത്തുകളുടെ 16 മാലയാണ് ഒരു ദിവസം ജപിക്കേണ്ടത്. ഈ 16 മാല ജപിക്കാനായിട്ട് അതിന് യമനിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ശരീരത്തിനും മനസ്സിനും നമ്മൾ ആദ്യം ശുദ്ധി വരുത്തിയിട്ട് മാത്രമേ, അതിൽ അഹിംസ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് മാത്രമേ നമ്മൾ ജപമാല തന്നെ ജപിക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. അപ്പൊ കലിയുഗത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പോൾ അങ്ങനെയാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. കാരണം കലിയുഗത്തിൽ ഭഗവാനെ പ്രാപിക്കുക അല്ലെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കലിയുഗത്തിൽ മിക്കവരും അത് ചെയ്യില്ല. കാരണം ആ ഒരു യുഗത്തിന്റെ പ്രത്യേകതയാണ്. കാരണം കലിയുടെ അതിപ്രസരമാണ് കലിയുഗത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ ആ കലിയുടെ അതിപ്രസരം കാരണം നമ്മളെല്ലാവരും യോഗമായയിൽ നിന്നിട്ട്, ആ ഒരു മായാ ലോകത്തിൽ നിന്നിട്ട് ഈ കാണുന്നതൊക്കെയാണ് സത്യം എന്നുള്ള യോഗമായയിൽ നിന്നിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമെന്ന് പറഞ്ഞ് ജപമാല കയ്യിൽ തന്നാലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ പരമപദപ്രാപ്തി, അതായത് അതിനെ അക്ഷരബ്രഹ്മ യോഗം എന്നും ഭഗവത്ഗീതയിൽ പറയും, പരമപദപ്രാപ്തി എന്നും ആ അധ്യായത്തെ പറയും. അതില് അർജുൻ ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് കണ്ണ, ആദി ദൈവം എന്താണ്, ആദിഭൂതം എന്താണ്, അതുപോലെ ബ്രഹ്മം എന്താണ്, ആത്മാവ് എന്താണ്, ആദി ദൈവം എന്താണ്, ആദിഭൂതം എന്താണ്. അപ്പോ എങ്ങനെയാണ് അത് കഴിഞ്ഞ് അർജുൻ ചോദിച്ചാൽ എങ്ങനെയാണ് മരണസമയത്ത് യോഗ്യരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് മരണസമയത്ത് അങ്ങയെ സ്മരിക്കുന്നത്. അപ്പം അർജുൻ ഇത്രയും ചോദ്യം ഭഗവാന്റെ അടുത്ത് പരമപദപ്രാപ്തിയിൽ അർജുൻ ചോദിക്കുകയാണ്. അപ്പം ഭഗവാൻ പറയുകയാണ്, ആദിഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന, അതായത് ജീവജാലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു. ഭൂമിയിൽ മാത്രമല്ല, എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് ലോകങ്ങളുണ്ട്. ജീവജാലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന, അതായത് ഈ ഭൂതങ്ങളെല്ലാം എന്ന് പറയുന്നത് ജീവനുകളെല്ലാം ഉൾക്കൊള്ളുന്നതിനെ എല്ലാം ചേർത്തിട്ടാണ് ആദിഭൂതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദിഭൂതം എവിടെ നിന്നാണ് വരുന്നത്? പ്രകൃതി ശക്തിയിൽ നിന്നാണ് ആദിഭൂതം വരുന്നത്. അപ്പോൾ ആദിദൈവം എന്താണ്? ആദിദൈവം എന്ന് പറഞ്ഞാൽ പരമപുരുഷൻ. പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോൾ ഈ പരമപുരുഷൻ എന്താണെന്ന് ഭഗവാൻ പിന്നീട് അർജുൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചതിന് ഭഗവാൻ പറയും, ബ്രഹ്മം എന്ന് പറയുന്നത് അനശ്വരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ബ്രഹ്മം. ബ്രഹ്മം അനശ്വരമാണ്. അതുപോലെ ഈ ബ്രഹ്മം എങ്ങനെയാണ്, അതായത് ബ്രഹ്മത്തിലെത്തുക, അതായത് നമ്മളിപ്പോൾ പരബ്രഹ്മത്തിലെത്തുക എന്ന് പറയുന്ന അവസ്ഥയിൽ കുറെ ആളുകൾ വിചാരിക്കും പരബ്രഹ്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട്, അതായത് മോക്ഷം കിട്ടുമ്പോൾ പരബ്രഹ്മത്തിൽ എത്തിച്ചേരും. അതായത് ബ്രഹ്മത്തിൽ നിന്നും മുകളിലാണ് ഭഗവാന്റെ ഗോലോക വൃന്ദാവനം വരുന്നത്. അപ്പൊ ഭക്തിയിലെ ഏത് സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് എന്നനുസരിച്ചിരിക്കും നമ്മൾ ബ്രഹ്മത്തിൽ എത്തുന്നുണ്ടോ ഗോലോക വൃന്ദാവനത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുന. അപ്പൊ അതിനകത്ത് പരമപുരുഷൻ, ഭഗവാനെ കുറിച്ച് തന്നെ പറയുന്നത്, ഈ പരമപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുവിനേക്കാൾ അണുതരമാണ്. എന്താണ് അണുവിനേക്കാൾ അണുതരം എന്ന് പറയുന്ന ഭാവം? അണു എന്ന് പറയുമ്പോൾ ആറ്റം എത്ര ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, എത്ര ചെറുതാണ് ആറ്റം. അപ്പം ഈ ആറ്റം അല്ലെങ്കിൽ അണുവിനേക്കാൾ ചെറുതായിട്ടുള്ള ഭാവം അത് ഒരേ സമയം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതും എന്നാൽ സമീപസ്ഥവുമാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് പറയാണ്, ഒരേ സമയം ആ ശക്തി ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെ ചൈതന്യം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്? കാരണം എല്ലാം ഉൾക്കൊള്ളുന്നത് ഭഗവാനിലാണ്. എല്ലാം, അതായത് ജീവനുള്ളതായാലും അതായത് നശ്വരമായതിലും അനശ്വരമായതിലും നശിക്കാത്തതായിട്ടുള്ളത് എന്താണ്? ഭഗവാന്റെ ചൈതന്യം എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അപ്പോൾ ഇതിന് ഒരേ സമയം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതും എന്നാൽ അത് സമീപസ്ഥവുമാണ്, അണുവിനേക്കാൾ ചെറുതാണ്. അത് ഭൗതികപരമായിട്ടുള്ള ബുദ്ധിയിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാവമാണെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അപ്പൊ ഒന്ന് നോക്കൂ, ഒരേ സമയം ചെറുതാണ് എന്നാൽ ഒരേ സമയം വലുതാണ്
എന്നാൽ ദൂരത്തുമാണ്, എന്നാൽ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് പരമാത്മ ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ സമീപസ്ഥവുമാണ്, എന്നാൽ അവ്യക്തമാണ്. അത് നമ്മളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാവമാണ് പരമപുരുഷൻ എന്ന് അർജുൻ പറഞ്ഞു കൊടുക്കുന്ന ഭഗവാൻ. അങ്ങനെയുള്ള ഈ പരമപുരുഷനെ പ്രാപിച്ചാൽ, അതായത് ഭഗവാനെ പ്രാപിച്ചാൽ ഭഗവാൻ തന്നെ പറയാണ് പിന്നീട്, അതായത് ദുഃഖത്തിന് ആധാരമായിട്ടുള്ള ജന്മം, അതായത് ദുഃഖത്തിന് ആധാരമായതും അനിത്യവുമായിട്ടുള്ള ജന്മത്തെ പ്രാപിക്കേണ്ടതില്ല. അപ്പം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അതായത് ജന്മം എടുക്കാതെ ഭൂമിയിലായാലും വേറെ ലോകത്തിലായാലും ജനിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ജനിക്കുക ജീവിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് എപ്പോഴും എപ്പോഴാണ് ദുഃഖം ഉണ്ടാവുക, എപ്പോഴാണ് നമുക്കതൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് ദുഃഖത്തിന് ഇരിപ്പിടമായിട്ടുള്ള കാര്യമാണ് ജനിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ജന്മത്തിൽ നിന്നിട്ട് മുക്തി പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ പറയാണ്, അതായത് ഈ സൃഷ്ടികളെല്ലാം വരുന്നത് പ്രകൃതി ശക്തിയിൽ നിന്നാണ്. പ്രകൃതി ശക്തി രാധാറാണിയാണ്. അപ്പൊ അതുപോലെ അതായത് ഭഗവാനെ കുറിച്ച് എന്ത് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് രാധാറാണിയെ കുറിച്ചാണ്. കാരണം ഭഗവാന്റെ ശക്തികളെല്ലാം, പല പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട്, ശക്തികളെല്ലാം വരുന്നത് രാധാറാണിയിൽ നിന്നാണ്. അപ്പോൾ ഈ സൃഷ്ടികളെല്ലാം വരുന്നത് രാധാറാണിയിൽ നിന്നാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ, ഭഗവാൻ പരമപദ പ്രാപ്തിയിൽ അർജുനോട് പറയാണ്, ബ്രഹ്മാവിന്റെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ സൃഷ്ടികളെല്ലാം ഉണ്ടാകുന്നു. സൃഷ്ടികളെല്ലാം ഒന്നേ എന്ന് പറഞ്ഞുണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവിന്റെ ആ ദിവസം അവസാനിക്കുമ്പോൾ സൃഷ്ടികളെല്ലാം നേരെ തിരിച്ച് മൂലപ്രകൃതിയിലേക്ക് ചേർന്ന് നശിച്ചു പോകുന്നു എന്ന് പറയുന്നു. അപ്പോഴും ഞാനെപ്പോഴും പറയുന്നതാണ്, നമ്മളുടെ ബുദ്ധിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പാടാണ്. കാരണം ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 മഹായുഗങ്ങളാണ്. 1000 മഹായുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അപ്പോൾ ഈ 1000 യുഗങ്ങൾ എടുക്കും ഈ സൃഷ്ടികളെല്ലാം, അത്രയും കഴിയുമ്പോഴാണ് സൈക്കിൾ വരുന്നത്. സൃഷ്ടികളെല്ലാം ഉണ്ടാവുന്നു, ഈ സൃഷ്ടികളെല്ലാം നശിക്കുന്നത് ബ്രഹ്മാവിന്റെ ആ ദിവസം തീരുന്ന സമയത്ത് ഈ സൃഷ്ടികളെല്ലാം അവസാനിക്കും. അതായത് നമ്മുടെ മഴ പെയ്യുമ്പോൾ നമ്മൾ ഈയാമ്പാറ്റ വരുന്ന പോലെ, അതൊക്കെ ആ ഒരു, അതായത് നമ്മൾ അടുത്ത ദിവസം നോക്കുമ്പോൾ കുറേ ഈയാമ്പാറ്റ മരിച്ചു കിടക്കുന്നതാണ്. അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വിചാരം എങ്ങനെയാണ്, അതായത് മനുഷ്യരായിട്ടുള്ള ആളുകളുടെ വിചാരം എന്ന് പറയുന്നത് ഇതെല്ലാം പെർമനന്റ് ആണ്, ചുറ്റും കാണുന്നതൊക്കെ പെർമനന്റ് ആണ്. ഇവിടെയുള്ള, അതായത് ഭൗതികപരമായിട്ട് നമുക്ക് ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയാൻ എൻജോയ് ചെയ്യുക, അതൊക്കെയാണ് എൻജോയ്മെന്റ് ആയിട്ട് നമ്മൾ ഭൗതികപരമായ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ കിട്ടുന്നത്. എന്നാൽ ആധ്യാത്മികതയിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞ പോലെ, അതായത് പരമപദ പ്രാപ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന നിത്യമായ സന്തോഷം, അത് ആത്മാവിന്റെ സന്തോഷമാണ്. കാരണം അത് എന്നിട്ട് അർജുൻ ചോദിക്കുന്നുണ്ട്, മരണസമയത്ത് എങ്ങനെയാണ് യോഗ്യരായിട്ടുള്ള ആളുകൾ അങ്ങയെ സ്മരിക്കുന്നത്? അതായത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ അടുത്ത ജന്മം എന്ന് പറയുന്നത്. അപ്പോഴും ചില ഭക്തരൊക്കെ വിചാരിക്കും, അപ്പൊ മരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തി ഉണ്ടാവും. കാരണം മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ആത്മാവ് ഏത് രീതിയിൽ മരിച്ചാലും, അതിപ്പം ആക്സിഡന്റൽ ഡെത്ത് ആയാലും നാച്ചുറൽ ഡെത്ത് ആയാലും ഏത് രീതിയിൽ മരിച്ചാലും നമ്മുടെ സോൾ, അതായത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആ പ്രക്രിയ ഭയങ്കര വേദനയുള്ളതാണ്. അതിന് ഗരുഡ പുരാണത്തിൽ പറയുന്നത് 42,000 തേള് കടിക്കുന്ന വേദനയാണ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ്, അതായത് മരണ സമയത്ത് ഉണ്ടാകുന്നത് 42,000, ഏത് വിധത്തിൽ മരിച്ചാലും 42,000 തേള് കടിക്കുന്ന വേദനയാണ് ഉണ്ടാവുന്നത്. വേദന എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു ഫിസിക്കൽ പെയിൻ മാത്രമായിരിക്കില്ല, അതായത് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്ന പ്രക്രിയ, മരണം എപ്പോൾ സംഭവിച്ചാലും അത് വളരെ, കാരണം ഈ ആത്മാവിന് എപ്പോഴും ഒരു ടെൻഡൻസി ആണ്, ജീവാത്മാവിന്, അതായത് ഈ ബോഡിയോട്, അതായത് ഈ ശരീരത്തോട് ചേർന്ന് നിന്ന് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണും. എപ്പോഴും അതിനൊരു അറ്റാച്ച്മെന്റ് കാണും ആ ബോഡിയോട്. അപ്പോൾ ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് ഇത് വിട്ടുപോകുമ്പോൾ ആത്മാവിന് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള മരണസമയത്ത് നമുക്ക് എങ്ങനെയാണ് ഭഗവാനെ ഓർക്കാൻ സാധിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ, അതായത് ഇത്രയും നമ്മൾ ഈ ഭൗതികപരമായിട്ട് ഇത്രയും അറ്റാച്ച്മെന്റ്, അതായത് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധ ചെലുത്തി ജീവിച്ചിരുന്ന ഒരാള് അവസാനം, അതായത് മരണ സമയത്ത് പറയുന്നത്, ആ ഒരു മരിക്കാൻ പോകുന്ന സമയത്തിന്റെ കുറച്ച് സെക്കൻഡ്സ് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഒരു ഫ്ലാഷ് പോലെ, നമ്മുടെ അതായത് ഒരു ഫ്ലാഷ് പോലെ ബ്രെയിനിന്റെ മുമ്പിലാണ് മരിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഓർമ്മ വരുന്നതാണ് മരണത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ ഈ ഫ്ലാഷ് പോലെ ഓർമ്മിക്കാൻ ഭഗവാനെ ആ സമയത്ത് നമ്മൾ ഓർക്കും ഈസിയാണ് ഭഗവാനെ ഓർമ്മിക്കാൻ. ഒരിക്കലും അങ്ങനെ നമുക്ക് ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭഗവാനെ നമുക്ക് മരണ സമയത്ത് ഓർക്കണമെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും, അതായത് ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഓരോ അടിയിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഭഗവാനെ ഓർക്കുക. അതിൽ സ്മരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ മരണ സമയത്ത് ഇത്രയും വലിയൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഭഗവാനെ
ആലോചിക്കാൻ കഴിയുള്ളൂ. ഭഗവാനെ ചിന്തിക്കുക അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത് വളരെ, അതായത് ഭഗവാൻ തന്നെ ഭക്തി യോഗത്തിൽ പറയുന്നുണ്ട്, ഈ അതായത് നിന്റെ ചിന്തകളെല്ലാം എന്റെ ഊന്നിക്കൊണ്ട് നീ നിന്റെ കർമ്മം ചെയ്യൂ, അങ്ങനെ ചെയ്യുന്ന ഭക്തനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇനി നിനക്ക് ചിന്തകൾ അല്ലെങ്കിൽ നിന്റെ ബുദ്ധി എന്നിൽ ഊന്നാൻ, അതായത് ഭഗവാനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യം ചെയ്യാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ അർപ്പിച്ച് ചെയ്യും. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അർപ്പിച്ച് ചെയ്യാൻ എങ്ങനെയാണ്? അത് ഭഗവാനിലുള്ള പൂർണ്ണ അർപ്പണമാണ്. ഈ പൂർണ്ണ അർപ്പണം എങ്ങനെയാണ് വരുന്നത്? അതായത് ഇപ്പൊ ഭഗവാനിൽ നമ്മളെല്ലാം സറണ്ടർ ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമ്മളിങ്ങനെ അതായത് ഭക്തിയിൽ ഉള്ള ആളുകൾ ഒരിക്കലും ഭഗവാനോട് പോയി എനിക്ക് അങ്ങനെ ചെയ്തു തരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്തു തരുന്നു ഒരിക്കലും ഭഗവാനോട് പറയില്ല. കാരണം ഭക്തിയിലിരിക്കുന്ന ആളുകൾക്ക് എന്താണ്, ഭക്തൻ എന്താണ് വേണ്ടതെന്ന് ഭഗവാനെ മാത്രമേ അറിയുള്ളൂ. അതായത് ഭഗവാനെക്കാട്ടി നന്നായിട്ട് ഒരു ഭക്തൻ എന്ത് വേണമെന്ന് അറിയില്ല, വേറെ ആർക്കും മനസ്സിലാവില്ല. അതായത് ഒരു കുഞ്ഞിന്റെ അമ്മയ്ക്ക് പോലും മനസ്സിലാക്കുന്നതിനെക്കാട്ടിലുമാണ് ഭഗവാനെ കൃത്യമായിട്ട് അറിയാം ഏത് ഭക്തൻ എന്ത് ആവശ്യമാണ്, എപ്പോഴാണുള്ളത്, എപ്പോഴാണ് ഭഗവാൻ ഇടപെടേണ്ടത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്. അപ്പോൾ അത് നമ്മുടെ കണ്ണനോട് അത്രയും ഭക്തി, അല്ലെങ്കിൽ ഭക്തി എന്ന വാക്കിനെക്കാട്ടി ഭഗവാനോട് അത്രയും സ്നേഹം, അതായത് നമ്മൾ ഒരു കുറച്ച് സ്നേഹം കൊടുക്കുമ്പോൾ തന്നെ ഭഗവാൻ അതിന് 10 മടങ്ങായിട്ട് തിരിച്ചറിയാതിരിക്കുന്ന ഒരുപാട് ഭക്തர்கள், ഒരുപാട് കൃഷ്ണാനുഭവം കാണും. നമ്മൾക്ക് കുറച്ച് ഇൻപുട്ട് കൊടുത്താൽ അതിൽ 10 മടങ്ങ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും, അതായത് ഭഗവാൻ ഭക്തരെ. പക്ഷെ അപകടം എങ്ങനെയാണ്? ഈ കണ്ണൻ ചെയ്യുന്ന 10 മടങ്ങിന്റെ എത്രയോ 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 ഇരട്ടിയാണ് രാധാകൃഷ്ണൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പൂർണ്ണ അർപ്പണത്തോടെ ഇരിക്കുന്ന ഒരു ഭക്തനാണ്. പൂർണ്ണ അർപ്പണം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മരണസമയത്ത്, അപ്പോൾ അങ്ങനെ പൂർണ്ണ അർപ്പണം ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ്? അതായത് നമ്മളെ ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മളെ ആരെങ്കിലും ഏൽപ്പിച്ചു വെച്ചോളൂ, ഇപ്പോഴത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മളെല്ലാവരും ഏൽപ്പിച്ചു. അപ്പോൾ നമ്മളത് ആത്മാർത്ഥമായിട്ട് ആ ജോലി ഏറ്റെടുത്ത് ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഏൽപ്പിച്ചാൽ നമ്മളെ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെയാണ് നമ്മൾ, അതായത് ഒരിക്കലും നമ്മൾ ഭഗവാനിൽ എന്തെങ്കിലും ഒരു കാര്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഡൗട്ട് പാടില്ല, അതായത് സംശയം പാടില്ല. അത് നമ്മൾ ഭഗവാൻ അർപ്പിച്ചു, അതിന് ഭഗവാൻ നോക്കിക്കോളും, അതിനിടയ്ക്ക് ഇത് ഭഗവാൻ ചെയ്യുമോ, പിന്നെയും നമ്മൾ, അതായത് മരണം വരെ നീളുന്ന ചിന്തകളാണ് മനുഷ്യരെന്നാണ് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നത്. ഈ ചിന്തകൾ മരണം വരെ നീണ്ടുപോകും. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പൂർണ്ണ അർപ്പണം വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? അതായത് ഭഗവാനിൽ ഒരിക്കൽ നമ്മൾ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് അതായത് സംശയം പാടില്ല, അതായത് സംശയമില്ലാത്ത മനസ്സോടുകൂടി വേണം ഭഗവാന്റെ പൂർണ്ണ ഭക്തിയിലേക്ക് എത്താനായിട്ട്. കാരണം സംശയം വന്നു കഴിഞ്ഞാൽ സംശയിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഭക്തിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ധൈര്യം, അതായത് അത്രയും ധൈര്യം ഉള്ള ഒരാൾക്ക് മാത്രമേ, അതായത് ആ ധൈര്യം എങ്ങനെയാണ് വരുന്നത്? ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ആത്മധൈര്യം കിട്ടുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആ ഒരു സമയത്ത് നമ്മൾക്ക് ദുഃഖങ്ങൾ വന്നാൽ നമ്മൾ അമിതമായി ദുഃഖിക്കുകയില്ല, സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് സന്തോഷിക്കുകയില്ല. അപ്പോൾ ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് എനിക്കറിയില്ല എത്ര പേർക്ക് അനുഭവം ഉണ്ടാവും. ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാൻ എപ്പോഴും നമ്മളെ ഭക്തരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. കാരണം അത് നമുക്ക് ചില സമയത്ത് മനസ്സിലാവും, ചില സമയത്ത് മനസ്സിലാവില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളായാലും എങ്ങനെയായാലും എപ്പോഴും ഒരു ഭക്തരുടെ കൂട്ടായ്മയിൽ നമ്മളെ നിർത്താൻ, അല്ലെങ്കിൽ ഭക്തരുമായിട്ടൊരു കണക്ഷൻ എങ്ങനെയെങ്കിലും ഒക്കെ ഭഗവാൻ വേറൊരു ഭക്തന്റെ ലൈഫിലുണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രഭാഷണമൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് എൻ്റെ, അതായത് എല്ലാവർക്കും വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവും ഒബ്വിയസ്ലി. കാരണം ഒരു കുട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ അച്ഛനമ്മമാർ എന്തായാലും അതിനൊരു ഇതുണ്ടാവും. കാരണം ഞാൻ ചില സമയത്ത് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചില പ്രഭാഷണത്തിൽ പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരുന്നുണ്ടായിരിക്കും ചില പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ. അപ്പോഴൊക്കെ ഭഗവാന്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഭഗവാനാണ് നോക്കുന്നത്. നമ്മൾ വിചാരിക്കും മനുഷ്യരെ നമുക്ക് തരുന്ന സപ്പോർട്ടാണ്, അല്ല, അത് ഭഗവാൻ നമുക്ക് തരുന്ന സപ്പോർട്ടാണ്. ഇപ്പം ഇവിടെ ഞാൻ ആദ്യമായി പ്രഭാഷണം ചെയ്ത പോലെ ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷം നടത്തുന്ന ആദ്യമായിട്ടുള്ള ഒരു പ്രഭാഷണവും ഇവിടെ കൃത്യമംഗൽ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം അത് ഭഗവാൻ തന്നതാണ്. അപ്പം എന്നെക്കാട്ടി ടെൻഷനാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടില്ല പ്രഭാഷണത്തിൽ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല, അപ്പം ഞാൻ മിക്കവാറും ഇപ്രാവശ്യം പോവില്ലായിരുന്നു, എനിക്ക് അത് പോയേ പറ്റുള്ളൂ. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടോ, പ്രിപ്പയർ ചെയ്ത് എന്നെക്കാട്ടി ടെൻഷനാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഈ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അവരുടെ വിവാഹമൊക്കെ കഴിയുന്ന സമയത്ത് ആൾക്കാരെ പറയില്ല അവരുടെ സപ്പോർട്ട് തന്നത്. അതാണ് പറഞ്ഞത്, ആധ്യാത്മികതയിൽ ഇരിക്കുന്ന ഒരാൾക്ക് തടസ്സങ്ങളൊന്നും വരാതെ നോക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ നിയോഗിക്കുന്ന ആളുകൾ മാത്രമേ നമ്മുടെ ലൈഫിൽ വരുള്ളൂ. അപ്പോൾ കാരണം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, അതായത് ഞാനിപ്പോൾ ട്രാൻസ്ഫർ വന്നു, എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിയുടെ ഇടയിലാണ് വന്നത്.
പക്ഷെ എന്നിട്ടും വന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഭക്തിയിലിരിക്കുന്ന അല്ലെങ്കിൽ ആധ്യാത്മികതയിലിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അത് ഭഗവാന്റെ സപ്പോർട്ടാണ്. നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ പൂർണ്ണ അർപ്പണം ഭഗവാനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം പിന്നീട് നോക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അങ്ങനെ പരമപദ പ്രാപ്തിയിൽ മരണസമയത്ത് എങ്ങനെയാണ് ഭഗവാനെ ചിന്തിക്കുന്നത്? അപ്പൊ മരണസമയത്ത് ഭഗവാനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും? മരണസമയത്ത് മാത്രം ചിന്തിച്ചാൽ പോരാ, അതുവരെയുള്ള ലൈഫ് ഭഗവാനിൽ അർപ്പിച്ചിരിക്കുമ്പോൾ മാത്രമേ ആ പരമപദ പ്രാപ്തിയിൽ എത്തുകയുള്ളൂ. എന്നിട്ട് ഭഗവാൻ അതിനകത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം അതായത് തുടങ്ങുമ്പോൾ ഈ സൃഷ്ടികളെല്ലാം വരുന്നു, അവസാനിക്കുമ്പോൾ ഈ സൃഷ്ടികളെല്ലാം പോകും. അപ്പോഴും അതായത് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്താണ്? അപ്പോഴും അതായത് ആദി പുരുഷൻ അല്ലെങ്കിൽ പരമപുരുഷൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ഭഗവാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരവസ്ഥയില്ല, ഞാൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയില്ല, നീ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയില്ല, ഞാൻ എന്നും എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഭഗവാൻ ഇങ്ങനെ വന്നു, നമ്മൾ വ്യക്തി രൂപമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഭഗവാന്റെ മഹാവിഷ്ണുവിൽ നിന്ന് ഭഗവാൻ അവതരിച്ചു, അങ്ങനെയല്ല. അങ്ങനെ ഒരു ശക്തി അല്ലെങ്കിൽ പരമപുരുഷൻ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ശക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയില്ല, അതിനൊരു തുടക്കം എന്ന് പറയാൻ ഒരു അവസ്ഥയില്ല. ഇത് എപ്പോഴും ഉണ്ടായിരുന്നതാണ്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ശക്തിയാണ് അതായത് ഭഗവാന്റെ ശക്തി. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഭഗവാൻ പിന്നീട് പറയുന്നത്, അതായത് കർമ്മയോഗികളെ കുറിച്ച് പറയുന്നു. അതെന്താണ് കർമ്മയോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ചില ആളുകളൊക്കെ ഉണ്ട്, അവര് കർമ്മങ്ങളൊക്കെ ചെയ്യും, അവർക്ക് അതായത് അവർ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അതിന് കൃത്യമായി ചെയ്തിട്ട് അതിന്റെ ഫലങ്ങളൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല. അതിന് ഫലം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഫലം ഉണ്ടായിട്ടല്ല എങ്ങനെയിരിക്കും, എങ്ങനെയാണ് അതിന് കൂടുതൽ ഫലം ഉണ്ടാവുക, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവർക്ക് കിട്ടുന്ന ജോലി അല്ലെങ്കിൽ അവർ എന്താണോ ഡ്യൂട്ടി ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കർമ്മയോഗി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മയോഗികളായിട്ടുള്ള ആളുകൾ, അതായത് വലിയ യോഗ വിദ്യയൊക്കെ ചെയ്യുന്ന, അതായത് ഭക്തിയിൽ കുറച്ച് വളരെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് അവർക്ക് മരണസമയത്ത് അവരുടെ ആത്മാവിനെ അതായത് പിന്നീട് പുനർജന്മം കിട്ടണോ, പുനർജന്മം വേണമോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള രണ്ട് ഓപ്ഷൻ ഭഗവാൻ തന്നെ പരമപദ പ്രാപ്തിയിൽ പറയുന്നുണ്ട്. അതായത് അതിനകത്ത് ആദ്യം പറയുന്നത്, അതായത് അഗ്നിയുടെ സാന്നിധ്യത്തിൽ, അഗ്നി ജ്യോതിസ് അതായത് വെളിച്ചം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പകർന്നെടുക്കാം. അപ്പം അഗ്നി ജ്യോതിസ്, അതുപോലെ ഉത്തരായനം. ഉത്തരായനം എന്ന് പറയുന്നത് നമുക്കറിയാം, സൂര്യൻ ഉത്തര ദിശയിലേക്ക് പോകുന്നതിനാണ് ആ ഒരു സമയത്തെ ആ ഒരു ഫേസിനാണ് ഉത്തരായനം എന്ന് പറയുന്നത്. അതുപോലെ ശുക്ലപക്ഷം അല്ലെങ്കിൽ വെളുത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് പോകുന്ന, പൂർണ്ണചന്ദ്രനിലേക്ക് പോകുന്ന ആ ഡേയ്സിനെയാണ് ശുക്ലപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നിയുടെ സാന്നിധ്യം, അതുപോലെ തന്നെ വെളിച്ചം ജ്യോതിസ്, ഉത്തരായനം, അതുപോലെ തന്നെ അതായത് പൂർണ്ണ ചന്ദ്രനിലേക്ക് പോകുന്ന അത് ശുക്ലപക്ഷം. അപ്പം ഇതിൽ മരിക്കുന്ന കർമ്മയോഗി എവിടെയാണ് എത്തുന്നത്? അതായത് ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു, അതായത് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അത് ഓരോ ഓപ്ഷനാണ്. യോഗികളുടെ കാര്യമാണ് ഭഗവാൻ ഇതിൽ പറയുന്നത്. ഈ അവരുടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ കർമ്മയോഗികൾ തന്നെ ചില ആളുകൾ, അതായത് അത്രയ്ക്കും ഭക്തി, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എളുപ്പമല്ല. അപ്പൊ നമ്മളിപ്പോൾ വിചാരിക്കുകയാണ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അഗ്നിയുടെ സാന്നിധ്യത്തിൽ വെളിച്ചത്തിൽ കൃഷ്ണപക്ഷത്തിൽ ശുക്ലപക്ഷത്തിൽ ഉത്തരായണത്തിൽ മരിച്ചു പോയാൽ എനിക്കും അപ്പൊ ബ്രഹ്മത്തിൽ എത്താമെന്ന് വിചാരിക്കുന്നില്ല. യോഗികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അത് കൺട്രോൾ ചെയ്ത് അവരുടെ അതായത് നമ്മുടെ സമാധിയാവുമെന്നൊക്കെ പറയും. ആ യോഗ വിദ്യയിൽ അവർ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവർക്കുള്ള ഓപ്ഷനാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ബ്രഹ്മത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ധൂമം എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് പുകയുടെ സാന്നിധ്യം, അതുപോലെ ഇരുട്ട് തമസ്, അതുപോലെ ഉത്തരായണത്തിന് പകരം ദക്ഷിണായനം, അതായത് സൂര്യൻ ദക്ഷിണ ദിശയിലേക്ക് ചലിക്കുന്ന ആ ഒരു ഫേസ്, അതുപോലെ കൃഷ്ണപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് പോകുന്ന ആ ഒരു ഫേസ്. അപ്പോൾ ഇതിനെല്ലാം ഓപ്പോസിറ്റ് ടൈമിൽ മരിച്ചു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ആത്മാവും എങ്ങനെയാണ് തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരും. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഈ ഹോസ്പിറ്റലിലൊക്കെ കർക്കിടക മാസത്തിന്റെ സമയത്ത് എനിക്കറിയില്ല, അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കർക്കിടക മാസം ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ പറയും നല്ല മഴയാണ്, കഷ്ടതകളുടെ കാലമാണെന്നൊക്കെ. അത് ദക്ഷിണായനമാണ്. കർക്കിടക മാസത്തിന്റെ അതിൽ അമാവാസിയൊക്കെ പറയും. ആ സമയത്ത് ഒരുപാട് മരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ ശ്വാസകോശത്തിലെ ഡോക്ടറാണ്. അപ്പൊ ഞാൻ ഇവിടെ ഈ വിജയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, വിജയയിൽ മാത്രമല്ല ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ആ സമയത്തുള്ള മരണങ്ങൾ കൂടുതലായിരിക്കും. ആ ഒരു സമയത്ത് പേഷ്യൻസ് അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് അവര് അതായത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, പക്ഷെ ആ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ആ ഒരു സമയത്തൊക്കെ അതായത് ഈ ഒത്തിരി കൂടുതൽ നമുക്ക് ഹോസ്പിറ്റലിൽ ICUവിൽ കുറേ പേഷ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ അവരുടെ മരണത്തിന്റെ റേറ്റും കൂടുതലായിരിക്കും.
കുറേ ആളുകൾ ആ സമയത്ത് മരിച്ചു പോകും. അത് ഹോസ്പിറ്റലിലും അങ്ങനെയാണ്. മൊത്തത്തിൽ നമ്മൾ ഡെത്തിന്റെ ആ ഒരു ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലും ആ ഒരു സമയത്ത് കൂടുതലായിരിക്കും. അപ്പം ഞാനിത് ആ സമയത്ത് എന്താണ് അങ്ങനെ എന്ന് ആദ്യം ചിന്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ മഴയായതുകൊണ്ടായിരിക്കും, കാലാവസ്ഥയുടെ വ്യത്യാസം, അത് അങ്ങനെയല്ല. അപ്പം ഇതിനകത്ത് ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ദക്ഷിണായനത്തിലും അങ്ങനെയുള്ള കൃഷ്ണപക്ഷത്തിലും അങ്ങനെ മരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് തിരിച്ച് വീണ്ടും ഭൂമിയിലോട്ട് തന്നെ വരും. അവർക്ക് എന്താണ് പുനർജന്മം ഉണ്ട്. അതേപോലെ തന്നെ ഭൂമിയിലാണ്, വേറെ ലോകത്തൊന്നുമല്ല, ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന, ഈ തത്വത്തെ മനസ്സിലാക്കുന്ന കർമ്മയോഗി. കർമ്മയോഗി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫലങ്ങളൊന്നും ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്ന ആളുകളെയാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. അങ്ങനെ ഇത് മനസ്സിലാക്കി, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ കർമ്മയോഗിക്ക് എന്താണ്, അവര് മോഹത്തെ അങ്ങോട്ട് അട്രാക്ട് ആവുന്നില്ല. അവർക്ക് ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ പിറകെ അവർ പോകുന്നില്ല. അവര് അതായത് ഈ ഭൗതികപരമായിട്ടുള്ള കാര്യത്തിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വരുന്നില്ല. അവർ അതിനകത്തേക്ക് പൂർണ്ണമായിട്ട് അർപ്പിക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കർമ്മയോഗികൾ എവിടെ എത്തുന്നു, അവര് പരമപദം പ്രാപിക്കുന്നു. കാരണം അവർക്ക് പ്രത്യേകിച്ച് മോഹങ്ങളൊന്നുമില്ല. അവർക്ക് ഈ തത്വം അറിയാം. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ തിരിച്ച് ഭൂമിയിലേക്ക് വരണം, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ പോയി മുക്തി കിട്ടി എന്ന് പറയാം. അപ്പോഴും പരബ്രഹ്മം വരെ എത്തിയിട്ടുള്ളൂ, ഗോലോക വൃന്ദാവനത്തിൽ എത്തിയിട്ടില്ല. അപ്പോഴും നമുക്ക് ബ്രഹ്മം വരെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോഴും നമ്മുടെ ജന്മം തീർന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് പരമപദ പ്രാപ്തിയിലെ ഭഗവാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഭക്തരായിട്ടുള്ള ആളുകൾ കുറെ പേര് നമ്മുടെ ഏകാദശി വ്രതം നോക്കും. ഇപ്പൊ ഈ ചില, അതായത് മിക്ക ഭക്തരും അല്ല കുറച്ച് ഭക്തരൊക്കെ ഈ വ്രതങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വ്രതം നോക്കുന്നത്, എനിക്ക് ഇന്ന കാര്യം അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ, വിവാഹം നടക്കാൻ, അപ്പൊ ആ വ്രതം നോക്കുന്നു, ഞാൻ ഈ വ്രതം. അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ചും ഒരു വ്രതങ്ങളും അങ്ങനെ നോക്കാൻ പാടില്ല. പക്ഷെ പ്രത്യേകിച്ചും ഏകാദശി വ്രതം അങ്ങനെ നോക്കാൻ പാടില്ല. ഏകാദശി വ്രതം എങ്ങനെയാണ് വന്നത്? ഏകാദശി എന്ന് പറയുന്നത് ഒരു ദേവിയാണ്. ദേവി ഏകാദശി, ഇത് ദേവിയുടെ പേരാണ് ഏകാദശി. അതായത് കുറച്ച് പേര് കേട്ടിട്ടുണ്ടായിരിക്കും, മുരാസുരൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദുഷ്ടനായ അസുരൻ മഹാവിഷ്ണുവായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് കുറെ കാലങ്ങളായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. അസുരന് കുറെ ശക്തി കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മാവൊക്കെ കുറെ വരമൊക്കെ കൊടുത്ത് കുറെ ശക്തി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ അസുരന് മഹാവിഷ്ണുവായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരിക്കൽ മഹാവിഷ്ണു കുറച്ച്, അതായത് റെസ്റ്റ് എടുക്കാനായിട്ട് പോകും. അപ്പൊ ഞാൻ ഈ മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ അപ്പോഴും പരമപുരുഷനായിട്ട് കണക്ട് ചെയ്യുന്നത് അത് ഭഗവാന്റെ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭാവം മൊത്തത്തിൽ വ്യത്യാസമാണ്, മഹാവിഷ്ണുവിന്റെ ഭാവവും വ്യത്യാസമാണ്. അങ്ങനെ മഹാവിഷ്ണു അങ്ങനെ ഒരു, അതായത് റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ഈ മുരാസുരൻ അതായത് ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ഭഗവാനിൽ നിന്ന്, മഹാവിഷ്ണുവിൽ നിന്ന് വന്ന ശക്തിയാണ്, ദേവി ശക്തിയാണ് ഏകാദശി. അപ്പോൾ മഹാവിഷ്ണുവിൽ നിന്ന് ശക്തി വരിക എന്ന് പറയുമ്പോൾ തന്നെ മഹാലക്ഷ്മി ആണ്. ആ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആരാണ്? ഇതിന്റെ എല്ലാം ഉത്ഭവം എഴുതുന്ന രാധാറാണിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഏകാദശി എന്ന് പറയുന്നത് ഒരു ദേവിയാണ്. അപ്പൊ ആ ദേവിയാണ് മുരാസുരനെ വധിക്കുന്നത്. അപ്പൊ മുരാസുരന് വരാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ സമയത്ത് ആരാണ് മുരാസുരനെ കൊടുക്കുന്നത്, തൊട്ട് കഴിഞ്ഞാൽ അവർ മരിക്കും. അതായിരുന്നു മുരാസുരന് കിട്ടിയിട്ടുള്ള വരത്തിലൊരെണ്ണം. അപ്പൊ അങ്ങനെ ഏകാദശി ദേവിയാണ് മുരാസുരനെ വധിക്കുന്നത്. അങ്ങനെ മഹാവിഷ്ണു ഏകാദശി ദേവിക്ക്, അതായത് ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു വരം പോലെ കൊടുക്കുകയാണ്. ആ ദിവസം ഏകാദശി വ്രതം നോക്കുന്ന ഭക്തർക്ക് എന്ത് പറ്റും? അവർ മോക്ഷത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ഭൗതികപരമായിട്ടുള്ള നേട്ടം കിട്ടുന്നതല്ല, മോക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വരം കൊടുക്കുകയാണ് ഏകാദശി ദേവിക്ക്. അതായത് ഓരോ ഏകാദശിക്കും ഓരോ പേരുകളുമാണ്, ഓരോ പ്രത്യേകതകളുമാണ്. അപ്പൊ അത് മുക്തിയിലേക്ക്, അതായത് ആധ്യാത്മികതയിലെ മുക്തിയിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട്, അതായത് ഇപ്പം അല്ലാതെ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ തന്നെ ഏകാദശി വ്രതത്തിൽ നമുക്കറിയാം, അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ രീതിയായാലും നമ്മളത് എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കുന്നതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യത്തിന് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഏകാദശി വ്രതം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിസിപ്ലിൻ, ഇതൊക്കെ ഈ ഏകാദശി വ്രതത്തിൽ വരുന്നതാണ്. അങ്ങനെ ഒരിക്കലും ഒരു ഏകാദശി വ്രതം നമ്മൾ, അതായത് ഭൗതികപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഏകാദശി വ്രതം അനുഷ്ഠിക്കരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഏകാദശി എന്ന് പറയുന്നത് ദേവിയാണ്, ദേവീ ശക്തിയാണ്. അത് മഹാലക്ഷ്മിയാണ്, അല്ലെങ്കിൽ രാധാറാണിയുടെ തന്നെ ഒരു ഭാവമാണ് ഏകാദശി. അപ്പൊ അതുപോലെ തന്നെ ഭഗവാനോട്, അതായത് നമ്മളിപ്പോ ഭഗവാനോട് എന്ത്, അതായത് അടുത്ത് ഭഗവാന്റെ കാര്യങ്ങൾ എന്തിങ്ങനെ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞാലും അത് അവസാനം വന്നു നിൽക്കുന്നത് രാധാറാണിയിൽ നിന്നാണ്. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ എല്ലാം തുടക്കം വരുന്നത്, അല്ലെങ്കിൽ ഈ ശക്തി എല്ലാം വരുന്നത് രാധാറാണിയിൽ നിന്നാണ്. കാരണം എല്ലാം ഇപ്പം പ്രഭാഷണത്തിലായാലും എപ്പോഴും ഭക്തർക്ക് എപ്പോഴും ഭഗവാന്റെ ഭക്തരായാൽ തന്നെയും അവർ രാധാറാണിയുടെ ഭാവം എപ്പോഴും അവർ മനസ്സിലാക്കണമെന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നില്ല. അങ്ങനെ രാധാറാണിയുടെ ഭാവം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് രാധാറാണിയുടെ ഭാവം. അതുപോലെയാണ് തുളസിച്ചെടി. അപ്പോൾ തുളസിച്ചെടിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്കറിയാം, തുളസിച്ചെടി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തുളസിച്ചെടി മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടാണ്
ദേവി തുളസി ദേവിയാണ്. തുളസി ദേവിയെ അതായത് പുരാണത്തിൽ പറയുന്നത് തുളസി ദേവിയെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ തുളസി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്, തുളസി ചെടിയെ പൂജിക്കുന്നത്, തുളസിക്ക് വിളക്ക് വയ്ക്കുന്നത്, അങ്ങനെ തുളസിയെ റിലേറ്റഡ് ആയിട്ട് പൂജയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് എന്താണ്, അതായത് നമ്മൾ മഹാലക്ഷ്മി അല്ലെങ്കിൽ രാധാറാണിയെ ആരാധിക്കുന്നതിന് തുല്യമാണ് തുളസി ചെടിയെ ആരാധന. ഞാൻ പറഞ്ഞു വന്നത് ഭഗവാനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏകാദശി വ്രതമായാലും തുളസി ചെടിയായാലും തുളസി ചെടിക്ക് അത്രയും പ്രത്യേകതയാണ്. മോഡേൺ മെഡിസിൻ തന്നെ ഒരുപാട്, അതായത് മെഡിസിൻസ് ഇപ്പം ആയുർവേദത്തിന് മാത്രമല്ല മോഡേൺ മെഡിസിൻ തന്നെ തുളസിയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ട് ഒരുപാട് മെഡിസിൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ സസ്യങ്ങളുടെ എല്ലാം വെച്ച് നോക്കുമ്പോൾ അതിൽ ഭഗവാന്റെ അംശം വരുന്ന, അതായത് എല്ലാത്തിലും ഭഗവാനുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഒരു ചെടിയാണ്. അപ്പൊ തുളസി ചെടിയെ അതായത് നമ്മൾ ആരാധിക്കുന്നതിന് വേറെ പ്രത്യേക പുണ്യങ്ങളാണ്. തുളസി ചെടിയെ ആരാധിക്കുന്നതിന് ഓരോ രീതിയിലാണ് തുളസി ചെടിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് തുളസി ചെടി. അപ്പം ഈ തുളസി ചെടിയും രാധാറാണിയിൽ നിന്നാണ് വരുന്നത്. സോ ഞാൻ അതായത് ഒരു കൃഷ്ണാനുഭവം കൂടി പറഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ പരമപദ പ്രാപ്തി എന്ന് പറയുന്ന അധ്യായം മാത്രമേ പറയാനായിട്ട്, കാരണം ഇവിടെ ഇരിക്കുന്ന ഭക്തര് എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന ഈ കൂട്ടത്തിലെ ഭക്തരാണ് പരമപദ പ്രാപ്തി കേൾക്കാനായിട്ട് അതിനായിട്ട് ഭഗവാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഇത് വേറെ സെലക്ട് പറയാൻ വെച്ചിരുന്ന അധ്യായമാണ് പരമപദ പ്രാപ്തി. അതുകൊണ്ട് ഇപ്പം ഇവിടെ അതാണ് പറഞ്ഞത്, ഇപ്പോഴും പ്രഭാഷണം പറയുന്ന ആളുകൾ ഭക്തിയിൽ മുന്നോട്ട് നിൽക്കുന്നതല്ല, നമ്മളെ കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾ ഇരിക്കുന്നതിൽ തന്നെ ഭക്തിയിൽ ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന, ഭഗവാനോട് ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ഭക്തരുടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഞാനൊരു ചെറിയ കൃഷ്ണാനുഭവം, അതായത് എപ്പോഴും എന്തെങ്കിലും ഒരു കൃഷ്ണാനുഭവം ഉണ്ടാവും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞി കൃഷ്ണാനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്റെ വിവാഹത്തിനായിട്ട് ഗുരുവായൂർ പോയ സമയത്ത് എല്ലാ പ്രാവശ്യവും ഗുരുവായൂർ പോകുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ കാര്യം അവിടെ ഞാനത് കൺസിഡർ ചെയ്യുന്ന ഭഗവാന്റെ മാജിക് എന്നാണ്. അതായത് നമ്മള് കണ്ണനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അനുസരിച്ച് കണ്ണൻ അതിന് ഇരട്ടിയായിട്ട് നമ്മളോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അത് നമ്മൾ അത്രയ്ക്കും അതായത് നമ്മൾ അത്രയ്ക്കും ഭഗവാനിൽ അത്രയും സ്നേഹം വരുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് അങ്ങനെ കൃഷ്ണാനുഭവം ഉണ്ടാവും, പ്രത്യേകിച്ചും ഗുരുവായൂർ വെച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ പ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ ഞാൻ അകത്ത് തൊഴുന്ന സമയത്ത് ഞാൻ വെറുതെ വിചാരിച്ചു, ഇന്ന് ഇപ്പം എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമോ, കാരണം ഇന്ന് ഇപ്പം എന്തെങ്കിലും സംസാരിക്കാനായിട്ട് വരുമോ, വെറുതെ ഞാൻ ചോദിച്ചതാണ്. എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കാണും. അപ്പൊ ഞാൻ ഇങ്ങനെ തൊഴിൽ കഴിഞ്ഞ് തിരിച്ച് ആ പ്രസാദ കൗണ്ടറിന്റെ അവിടെ കുറെ ചെയർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ അതായത് ശീലയിലേക്ക് കയറാൻ വേണ്ടി ഞാൻ കുറച്ച് പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തിരുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ള സമയത്ത് അവിടെ ഇരിക്കുന്നത്. അതിന്റെ കൂടെ വേറെ ആരൊക്കെയോ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കൂടെ വന്നവരായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനവിടെ വെറുതെ ഇരിക്കരുത്. ഞാൻ നേരത്തെ തൊഴുന്ന സമയത്ത് ചിന്തിച്ചിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ കയ്യിലോട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ കിഴി കെട്ടിയ പോലെ ഒരു പ്രസാദത്തിന് ഒരു വലിയ കിഴി പോലെ ഇങ്ങനെ കൈ ഇട്ട് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ കുറേ പോയിട്ട് ഞാൻ നോക്കിയപ്പോൾ സ്വാമിജി പോലെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ സ്വാമിജി എന്ന് പറഞ്ഞിട്ട് ചെന്ന് വിളിച്ചപ്പം എന്നോട് ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് ഞാനിങ്ങനെ അകത്തുനിന്ന് പ്രസാദം എടുത്ത് വന്നപ്പോൾ ഇത് തരാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ ഇങ്ങനെ ഇത് ആർക്ക് കൊടുക്കുന്ന ആലോചിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ക്രൗഡിലൊന്നും ആരെയും കണ്ടില്ല, ഇത് കൊടുക്കാൻ ആൾക്കാരായിട്ട് ആരെയും കണ്ടില്ല. അപ്പൊ ഞാൻ മോൾക്ക് തരാൻ തോന്നി. അപ്പൊ എനിക്ക് ഉറപ്പായിട്ട് അറിയാം ഇത് കൊടുക്കാൻ അർഹതയുള്ള ഒരുപാട് പേര് അകത്തുണ്ട്. അപ്പൊ ഞാൻ ഭഗവാനോട് അത്രയും പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് എനിക്ക് അന്ന് പ്രസാദം കിട്ടിയത്. എനിക്ക് ഉറപ്പായിട്ട് അറിയാം, കാരണം ഗുരുവായൂർ അമ്പലത്തില് പ്രസാദം കൊടുക്കാൻ അർഹരായിട്ടുള്ള ആരെയും കണ്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം ഞാനതിനെ ഭഗവാന്റെ പിന്നെ ഇന്ന് അതായത് ഇന്ന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചതിന്റെ പേരിൽ മാത്രമാണ് എനിക്ക് പ്രസാദം എനിക്ക് മാത്രം കിട്ടിയത്. അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിനകത്ത് എത്രയോ ഭക്തർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്തിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ഭക്തർ ഗുരുവായൂർ അമ്പലത്തിനകത്ത് പുറത്തു പോയിട്ടുണ്ട്. അപ്പം എന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് എനിക്കറിയാവുന്നത് വെറുതെ ഭഗവാനോട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഭഗവാൻ എനിക്കറിയാവുന്നത് വെറുതെ പറഞ്ഞതാണ്. കാരണം അവിടെ ഇത് കൊടുക്കാനായിട്ട് പിന്നെ അർഹതയുള്ള ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മോളെ കണ്ടപ്പോൾ പെട്ടെന്ന് പ്രസാദം തരാനായിട്ട് തോന്നി. ഇപ്പൊ ഞാൻ എനിക്കത് അറിയാം, അത് ഞാനത് വിചാരിച്ചുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ പ്രസാദമാണ്. അല്ലാതെ അതിനകത്ത് അർഹതയുടെ കാര്യം ഒന്നുമില്ല. കാരണം അതിനെക്കാട്ടി വലിയ ഭക്തരാണ് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് അതായത് ഭഗവാനകത്ത് നേരിച്ച ഗുരുവായൂരപ്പന് നേരിച്ച അവലും ശർക്കരയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ള അവലും പഴവും ഒക്കെ ആയിട്ട് ഒരു വലിയ കിഴിയിലാണ് എനിക്കത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ പ്രാവശ്യം അതായത് ഭഗവാനോട് നമ്മളെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഭഗവാനോട് നമുക്ക് എത്ര സ്നേഹമുണ്ട് എന്നനുസരിച്ചിരിക്കും നമുക്ക് എപ്പോഴും. അതായത് കണ്ണൻ നമ്മൾക്കൊരു ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു ഇൻപുട്ട് കൊടുത്താൽ തന്നെ ഭഗവാൻ അത്രയ്ക്ക് വലിയ തിരിച്ച് അത്രയ്ക്ക് വലിയ ഒരു റെസിപ്രോക്കേഷൻ, അത്രയും നമുക്ക് അത്രയും സ്നേഹം, അല്ലെങ്കിൽ നമുക്ക് ഭക്തരെ അത്രയും അതായത് ഭഗവാൻ അത്രയും ഇഷ്ടമാണ് ഭക്തരെ. കണ്ണന് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ
അതുപോലെ പക്ഷേ രാധാറാണി എങ്ങനെയാണ്, രാധാറാണിക്ക് അത്ര സമയം പോലും വേണ്ട. രാധാറാണി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഒരിക്കലും രാധാറാണിയായിട്ട് ഇതേപോലെ ഭഗവാനെ ആരാധിക്കുന്ന പോലെ തന്നെ ഭഗവാനോടുള്ള ഭാവം പോലെ തന്നെ രാധാറാണിയോട് തോന്നിക്കഴിഞ്ഞാൽ രാധാറാണി എങ്ങനെയാണ് ഇത്ര സമയം പോലും വേണ്ട, ഭഗവാൻ എടുക്കുന്ന സമയം പോലും വേണ്ട നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ തിരിച്ച് നമ്മളോട് ആ ഒരു സ്നേഹം, ഭക്തരോടുള്ള സ്നേഹം വരാൻ വേണ്ടിയിട്ട് അത്ര സമയം പോലും രാധാറാണി എടുക്കില്ല. കാരണം രാധാറാണി കരുണയുടെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ കരുണയ്ക്കൊരു ഭാവമില്ല. അത്രയ്ക്ക് കരുണ തുളുമ്പുന്ന ഒരു ഭാവമാണ് രാധാറാണിയുടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുന്നു. ഒരിക്കൽ കൂടി എന്നെ ഈ പ്രഭാഷണത്തിന് എനിക്ക് അവസരം തന്ന ക്ഷേത്ര ഉപദേശക സമിതിയിലെ എല്ലാ അംഗങ്ങളും ഇവിടെ ഇത്രയും ക്ഷമയോടുകൂടി ഇത് കേൾക്കാനായിട്ട്